അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. രാജേഷിന്റെ ഒരു സിനിമയിലൊരു ഭാഗമുണ്ട്, ഒരു ഫുൾ ബോഡി കാണിക്കുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്താണ് ഒരു ഫേസിൽ മാത്രമല്ല ശരീരത്തിൽ ഒട്ടാകെ മേക്കപ്പ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഫിസിക്കലി ഉള്ള ഇതെല്ലാം റിയൽ തന്നെയാണ്. അങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ബോൺ തെളിയണമല്ലോ. ഒരു ബോൺ തെളിഞ്ഞാലേ നമുക്കത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സിനിമ കാണുന്നേക്കാളും കൂടുതൽ ഒരു ആഗ്രഹം അതായിരുന്നു. ഈ 30 കിലോ മെലിഞ്ഞതൊക്കെ സത്യമാണോ? അപ്പൊ അത് നമുക്ക് സിനിമ കാണുമ്പോൾ ഡൗട്ട് മാറി കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയൊരു ഭാഗം ഏതായിരിക്കും? ഈ ഫേഷ്യൽ മേക്കപ്പ് ആയിരിക്കുമോ, ഞാൻ പറഞ്ഞ കാലിന്റെ ആയിരിക്കും? ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്തത് എന്തിനായിരിക്കും? ആദ്യത്തെ ഒരു ടാനിന്റെ അളവല്ല അവസാന ഘട്ടത്തിലോട്ട് ഫുള്ളി ഡാർക്കായി മാറുന്നു. അതെ, നമുക്ക് വർക്ക് വരുന്നത് മൊത്തം ഈ നജീബിലാണ്. ഞാനും എന്റെ കൂടെയുള്ള ഒരു 3 അസോസിയേറ്റ് ചേർന്നിട്ടാണ് ഞങ്ങൾ ഡെയിലി ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടി ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന നജീബിനെ ആ രൂപത്തിലാക്കണത്. പൃഥ്വിയുടെ കാല് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ആളുകൾ കുറെ സമയം കണ്ണു പൊത്തുന്നു, അവർക്കത് കാണാൻ പോലും പറ്റുന്നില്ല. പക്ഷെ സിനിമയുടെ അവസാന ഘട്ടത്തോടെ അടുക്കുമ്പോഴത്തേനും സിനിമയിലെ നജീബിനും യഥാർത്ഥ നജീബിനും വല്ലാത്തൊരു ചായ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആരെ ചെയ്യുന്നറിയില്ല, ഏതൊരു ഫാൻമേഡാന്ന് തോന്നുന്നു. രാജുവിന്റെ ഫേസിൽ റിയൽ നജീബിന്റെ ഫേസ് മാത്രം കണ്ണും ഇതൊക്കെ എടുത്ത് ആഡ് ചെയ്തിട്ട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അപ്പൊ തന്നെ നമ്മൾ ചെയ്ത നജീബിനെ നോക്കി ഈ 2 പിക്ചറുകൾ വെച്ച് നോക്കി കഴിഞ്ഞപ്പോ എവിടേക്കോ സാമ്യതകളുണ്ട്. സിനിമയ്ക്ക് മുമ്പ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഓരോ ഓസ്കാറെങ്കിലും കിട്ടും. അത് ഏത് മേഖലയില്? ആടുജീവിതത്തിന്റെ മേക്കപ്പ് ആൻഡ് രഞ്ജിത്ത് അമ്പാടിച്ചനാണ് നമുക്കപ്പോൾ ഉള്ളത്. ചേട്ടാ നമസ്കാരം. ചേട്ടാ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ അടുത്തിറങ്ങിയ സിനിമകളിലെല്ലാം കേൾക്കുന്ന ഒരു വിമർശനമാണ് വിഗ് ആണെന്ന് തോന്നിക്കുന്ന വിഗുകൾ. അതിൽ നിന്നുള്ള ഈ ആടുജീവിതത്തിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഒട്ടും അങ്ങനെ തോന്നുന്നില്ല. എന്നാൽ നമുക്ക് നമ്മുടെ ബോധമനസ്സിനറിയാം വിഗ് ആണെന്നുള്ളത്. ഇങ്ങനെ ഒരു മേക്കപ്പ് സ്ട്രക്ചറിലോട്ട് അതെങ്ങനെയാണ്? അല്ല, നമുക്ക് ഈ പറയുന്ന പോലെ രാജുവിന്റെ ഒരുപാട് ലുക്ക് ടെസ്റ്റ് നേരത്തെ നമ്മൾ നടത്തുകയും അപ്പൊ ഈ വിഗുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് വിഗ് അങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ അത് വിഗായിരിക്കും. നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ ആർട്ടിസ്റ്റിനെ നമ്മൾ ഒന്നാമത് നമുക്ക് അങ്ങനെ ഒരു വർക്കൗട്ട് ചെയ്യാൻ ഒരു ടൈമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ രാജു ഒരു 3-4 മാസം അതിനുവേണ്ടി വർക്കൗട്ട് കാര്യം ഉണ്ടായി. അപ്പോൾ ഓരോ മാസവും ഞാൻ രാജുവിനെ പോയി പല സ്ഥലത്തായിട്ട് മീറ്റ് ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ റിയൽ ഹെയർ എങ്ങനെയാണ്, അതിൻ്റെ കൂടെ നമ്മളെങ്ങനെ നമ്മുടെ ഈ പറയുന്ന പോലെ അഡീഷണൽ അറ്റാച്ച് ചെയ്യാൻ ഹെയർ നമ്മളെങ്ങനെ ചെയ്യാം, അത് എത്ര ലെങ്ത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പറയും പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പോയി മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്തിട്ടും ഈ പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ലുക്ക് ടെസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടി നാച്ചുറൽ ആക്കാൻ പറ്റിയത്. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു തമാശയ്ക്ക് പറയുകയാണെങ്കിൽ ഈ സർവൈവർ ത്രില്ലറുകളുടെയും കുറച്ച് വയലൻസ് സിനിമകളുടെയും ഭാഗമാണ് ചേട്ടൻ. നമ്മുടെ ഹെലൻ ആണെങ്കിൽ പോലും, മാലിക് ആണെങ്കിൽ പോലും, ഇപ്പോൾ ഈ പറയുന്ന ആടുജീവിതം ആണെങ്കിൽ പോലും ഒരുപാട് മേക്കപ്പിന് ഒരുപാട് സാധ്യതകളുള്ള സിനിമകളാണ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ പരസ്പരം ചേട്ടനായിട്ട് ചൂസ് ചെയ്യുന്നതാണോ, ചേട്ടനിലോട്ട് എത്തുന്നതാണോ? എത്തുന്ന ഈ പറഞ്ഞ പോലെ എല്ലാ മേക്കപ്പിനും അങ്ങനെ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ കുറച്ചുകാലം മുമ്പ് വരെയൊക്കെ ഒരു വർഷത്തിലൊരു 8-10 സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1-2 സിനിമകളായിരിക്കും അങ്ങനെ മേക്കപ്പിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വർക്കുകൾ വരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഈ ആടുജീവിതം തുടങ്ങിയ കാലം മുതൽ ഈ പറയുന്ന നമുക്ക് വരുന്ന വർക്കെല്ലാം ഈ പറഞ്ഞ പോലെ മേക്കപ്പാണ് മെയിനായിട്ട് വർക്ക് വരുന്നത്. അങ്ങനത്തെ സിനിമകളിപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ സെലക്ട് ചെയ്യായിരുന്നു, ഇപ്പോൾ സെലക്ട് ചെയ്യല്ലേ. ഇപ്പോൾ നമ്മൾ വരുന്നത് ഉള്ളതിൽ ബെറ്റർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ ചെയ്യണം എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പൃഥ്വിരാജിൻ്റെ കാര്യം എടുത്താണെങ്കിൽ പോലും 18 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബ്ലസിച്ചൻ അതിൻ്റെ സംവിധായകരും അതിൻ്റെ ബാക്കി എല്ലാ ക്രൂ അതുപോലെ നിൽക്കുന്നു. അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്വന്തം ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുകയും കൂട്ടി അങ്ങനെ എല്ലാം നിൽക്കുന്ന ഒരു ആക്ടറുടെ മുന്നിലോട്ട് നമുക്ക് വലിയൊരു ചലഞ്ചല്ലേ ആ ഒരു മേക്കപ്പ്. അവിടെ പാളി പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മൊത്തത്തിൽ താറുമാറാകുന്നൊരു ഏരിയയാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ആ ഒരു ടെൻഷനും? ഇല്ല, ടെൻഷൻ്റെ ഇപ്പോൾ നമ്മളതൊരു അതിന് വേണ്ടിയിട്ടൊരു പക്ക പ്ലാനിങ് ഉള്ളതുകൊണ്ടാണ്. നമ്മളൊരു സാധാരണ ഒരു സിനിമ ചെയ്യുന്നൊരു രാഗത്തോടെ എടുക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇതൊരു ഈ പറയുന്ന പോലെ ഒരു നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പറയും നമ്മളിത് പാൻറ്റീനിയൻ സിനിമ അല്ലെങ്കിൽ നമ്മൾ അല്ല, നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. കാര്യം ഇത് ഒന്നാമത് ഇതിൻ്റെ ബഡ്ജറ്റ്, പിന്നെ ഇതിൻ്റെ ഇത്ര ഒരു കാലതാമസം. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ഒരിക്കലും അത് കേരളത്തിൽ മാത്രം റിലീസ് ചെയ്തിട്ട് ഒരു ചെറിയ സിനിമ ആക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രൊഡ്യൂസർ പെട്ടുപോകും. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ ആ ഒരു പാനിന് സിനിമ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ക്വാളിറ്റി കൂടെ ഉണ്ടാവണ്ട. അപ്പോൾ നമ്മൾ മലയാളി കാണുന്ന പോലെ തന്നെ നോർത്തിലായാലും സൗത്ത് എല്ലാ സ്ഥലത്തും കാണുമല്ലോ ആൾക്കാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിനൊരു മെയിൻ കാരണം എന്താ വെച്ചാൽ സാർ ആദ്യമേ തന്നെ ഇരുന്നത് ഇതിനകത്ത് അങ്ങനെയുള്ള ടെക്നീഷ്യന്മാരാണ്. നമുക്കത് മലയാളിയാണെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഇന്ത്യക്ക് പുറത്തായിക്കോട്ടെ ഏറ്റവും സാറ് ഉദ്ദേശിക്കുന്ന ഒരു എന്താണ് ആ റിസൾട്ട് കിട്ടുന്നത് ഏത് ടെക്നീഷ്യനാണോ. അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ ചിന്തിച്ച സിനിമയാണ്. അതിനാണ് നമ്മൾ ഈ പറഞ്ഞാൽ ആദ്യം തന്നെ റഹ്മാൻ സാർ വരുന്നു, ഓൾറെഡി എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് സാറ്. അപ്പം അങ്ങനെ പല ടെക്നീഷ്യന്മാരും അങ്ങനെ ആയിരുന്നു. ആ കൂട്ടത്തിൽ ഇപ്പോൾ സാറ് എന്നോടൊരു വിശ്വാസം കൊണ്ടാവാം, അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായ 7-8 സിനിമകൾ സാറിൻ്റെ ചെയ്തുകൊണ്ടാവാം. അല്ല, 5 സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, നാഷണൽ അവാർഡ് വിന്നർ. സാറിൻ്റെ 8 സിനിമകൾ, അതായത് ഇപ്പോൾ കാഴ്ച മുതൽ ആട് ജീവിതം വരെയുള്ള എല്ലാ സിനിമകളും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ടായിരിക്കും ആ വലിയ ടെക്നീഷ്യന്മാരെ കൂടെ ഞാനും ചേർന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ഡാർക്ക് സ്കിന്നുള്ള ആയിട്ടുള്ള ഒരാളെ ഫെയർ ആക്കുന്ന മേക്കപ്പുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാജു ചേട്ടനെ പോലെ ഒരു ഫെയർ സ്കിന്നുള്ള ഒരാളെ ഡാർക്കിലോട്ടാക്കുമ്പോൾ കരി പിടിച്ചെന്ന് തോന്നിക്കുകയും ചെയ്യരുത്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? അല്ല, നമ്മൾ അതിന് വേണ്ടി അങ്ങനെയുള്ള പ്രൊഡക്റ്റാണ്. നമ്മൾ ഒരാളെ കറുപ്പിക്കാമെന്നല്ല ശരിക്കും ഉദ്ദേശം. അതായത് ഒരാൾ ഇത്രയും അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിൻ ഒരാൾ റിസൾട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾക്കൊരു 6 മാസം അല്ലെങ്കിൽ ഒരാഴ്ച, ഇപ്പോൾ നമ്മൾ തന്നെ ഷൂട്ടിങ്ങിനൊക്കെ 1 മാസം പൊള്ളാച്ചി അല്ലെങ്കിൽ അങ്ങനെ പാലക്കാട് ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് പോയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഫേസും കൈയും ഒക്കെ നമ്മൾ ഷർട്ട് ഇടുന്ന ഭാഗമല്ലാതെ പല സ്ഥലങ്ങളും എത്രത്തോളം ടാൻ ആവുന്നു. അതുപോലെ ഗ്രാജുവലായിട്ട് നമുക്കൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 3 വർഷം അങ്ങനെ നമ്മൾ ഇവിടെ അവസാനത്തെ എസ്കേപ്പ് വരെ നമ്മൾ ആ 7 ദിവസത്തെ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജേട്ടൻ്റെ ഒരു സിനിമയിലൊരു ഭാഗമുണ്ട്, ഒരു ഫുൾ ബോഡി കാണിക്കുന്ന, ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്, ഫുൾ ബോഡി കാണിക്കുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്താണ് ഫേസിൽ മാത്രമല്ല ശരീരത്തിൽ ഒട്ടാകെ മേക്കപ്പ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഫുൾ അദ്ദേഹത്തിന്റെ സ്കിൻ മൊത്തത്തിൽ ടാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഫിസിക്കലി ഉള്ള ഇതെല്ലാം റിയൽ തന്നെയാണ്. കാര്യം നമ്മൾ ആ എല്ല് പൊങ്ങി നിൽക്കുന്നൊക്കെ റിയലാണ്. അതിനകത്ത് കുറച്ച് നമ്മൾ ഷെയ്ഡ്സ് കാര്യങ്ങൾ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിലിംഗ്, അതായത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ബാക്കിയെല്ലാം അത് തന്നെ. കാര്യം നമ്മളിപ്പം അങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ബോൺ തെളിയണമല്ലോ. ഒരു ബോൺ തെളിഞ്ഞാലേ നമുക്ക് അത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. ഇപ്പോൾ ചേട്ടൻ മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് രാജു മെലിഞ്ഞതിന്റെ ഷോട്ടുകളൊന്നും നമ്മൾ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുമ്പോഴും എന്താ തോന്നുന്നത്? അപ്പോൾ ഒരു മേക്കപ്പ് ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ചേട്ടൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അത് കുറച്ച് മേക്കപ്പിൻ്റെ അല്ലാതെ ശരിക്കുമുള്ള എല്ലുകളും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ആലോചിച്ചത് ഓക്കെ ഇത് മേക്കപ്പ് മാൻ്റെ ഒരു കഴിവും കൂടെ ആണെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ വരുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ ഇത്രയും പ്രൊമോഷൻ്റെ വർക്ക് ആയിക്കോട്ടെ, നമ്മൾ ഇത്രയും കാലം ഒരു പറഞ്ഞിരുന്നൊരു സസ്പെൻസ് ഉണ്ടല്ലോ. അതായത് രാജു മെലിഞ്ഞു എന്ന് പറയും. 30 കിലോ 32 കിലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കണക്ക് പറയുന്നത്. അപ്പം ഇത് ആൾക്കാർക്ക് ഈ സിനിമ കാണുന്നേക്കാളും കൂടുതലൊരു ആഗ്രഹം അതായിരുന്നു. ഈ 30 കിലോ മെലിഞ്ഞതൊക്കെ സത്യമാണോ? അതിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സിനിമ കാണുമ്പോൾ ആ ഡൗട്ട് മാറി കിട്ടും. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു റെഫറൻസുകളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചായിരുന്നോ മേക്കപ്പ്? അതോ അല്ല, നമ്മൾ റിയൽ നജീബിന്റെ ലുക്ക് ആദ്യം നോക്കി. അതായത് റിയൽ നജീബ് ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു. പക്ഷെ നമുക്ക് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് കണ്ട ആളുകളൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ സാർ തന്നെ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു റിയൽ നജീബ് വേണ്ട, നമുക്ക് നമ്മുടെ ബുക്ക് വായിക്കുമ്പോൾ വരുന്ന ആളുകളുടെ മനസ്സിൽ വരുന്ന നജീബ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അത് രാജുവിന്റെ ഫേസിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കണം അത് നമുക്ക് ചെയ്യാം. ഞങ്ങൾ അതിനുവേണ്ടി ഒരു സ്കെച്ചും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിരുന്നു. ആ സ്കെച്ചിന്റെ ഏകദേശം ഈ പറഞ്ഞ പോലെ സ്കെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് നമ്മുടെ മൈൻഡിലുള്ളതൊക്കെ ചെയ്യാം. പക്ഷെ അത് നമ്മൾ റിയൽ രാജുവിന്റെ ഫേസിലും കൂടി കൊണ്ടുവരണമല്ലോ. അപ്പൊ സ്കെച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കൂടെ ഇരുന്നിട്ടാണ് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അതായത് ഓരോ ചേഞ്ചസ് പറഞ്ഞ് നമുക്കറിയാം ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള ആ രീതിയിലാണ് നമ്മൾ സ്കെച്ച് ചെയ്തേക്കുന്നതും. റിയൽ നജീബിന്റെ ഈ പറഞ്ഞ പോലെ ഇത്രയും കാലഘട്ടത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ എങ്ങനെയാണ് അതെല്ലാം ഓൾറെഡി നമ്മൾ സ്കെച്ച് ചെയ്തു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിളാണ്, സിമ്പിളാണ്. അത് മാത്രമല്ല ഇപ്പൊ എന്റെ മനസ്സിൽ കിടക്കുന്ന നജീബ് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഷൂട്ട് തുടങ്ങിയിട്ട് തലേദിവസം പോയിട്ട് ഞാൻ ചെയ്യണത് ശരിയായില്ലെങ്കിലും അപ്പൊ അതുകൊണ്ട് നമ്മളെ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ അവരെയും കൂടി കൺവിൻസ് ചെയ്യിക്കണം. ഇപ്പോൾ സിനിമയുടെ ആദ്യ ഭാഗങ്ങൾ നോവലിനകത്താണെങ്കിലും നെറ്റിയിൽ കിട്ടുന്നൊരു മുറിവുണ്ട്. അത് ഓരോ കാലഘട്ടത്തിൽ അത് ഹീലായി അവസാനത്തോടെ എത്തുമ്പോൾ അതിന്റെ ഒരു സിറ്റുവേഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു എങ്ങനെയാണത്, ആ പാറ്റേൺ എങ്ങനെയാണ് ഫോം ചെയ്തെടുത്തത്? ആ മുറിവിന്റെ ആഴവും അതിന്റെ ഹീലിംഗ് സ്റ്റേജുകളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് നമ്മുടെ ആദ്യത്തെ ഷെഡ്യൂളിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ, അതായത് ഈ പറയുന്ന ആ ഒരു ഹീലിംഗ് വരുന്ന ഒരു ദിവസം ഇമ്മീഡിയറ്റ് ബ്ലഡ് എങ്ങനെ വരുന്നത്, അത് കഴിഞ്ഞാൽ ഒരു ഈവനിങ് ആകുമ്പോൾ അതിന്റെ മുറിവ് എങ്ങനെ ആയിരിക്കണം, അതല്ല പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് മണൽത്തരി വരെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു മുറിവിനകത്ത് അതായത് അങ്ങനെ ഒരു സ്ഥലത്ത് എന്തായാലും പൊടിക്കാറ്റ് അടിക്കും, മണൽക്കാറ്റ് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നോർമലായിട്ട് അതിൽ പിടിക്കും. ഈ ബ്ലഡും കൂടി ആകുമ്പോൾ ശരിക്കും അതിനകത്ത് മണൽ കയറി പിടിച്ചിരിക്കും. അപ്പൊ അതിന്റെ ആ മണൽ വരെ നമ്മൾ ഇട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 6 മാസം കാണിക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജൊക്കെ വരുമ്പോൾ അത് തീരെ കുറഞ്ഞു വരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഫൈനൽ സ്റ്റേജ് വരുമ്പോഴേക്കും നമ്മളത് അതായത് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ പ്രൊഫഷൻ ഇതിനുണ്ട്. നമ്മൾ ഇതിനകത്ത് ഒരു ഗ്രാഫ് ഉണ്ട്. ഇത് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ഷൂട്ടിംഗ് ഡേയ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡേയ്സ് അല്ല, നമ്മുടെ ഒരു ചാർട്ട് ഉണ്ടല്ലോ, ഇന്ന സീക്വൻസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാജുവേറ്റ് പോകുന്ന നമുക്കൊരു ചാർട്ട് ഉണ്ട്. ഈ ചാർട്ടിൽ ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിന് എത്രത്തോളം ടയർഡ്നെസ് ആവാം, ഇദ്ദേഹം എത്രത്തോളം പിന്നെ കുറച്ചുകൂടി നന്നാവും, എത്രത്തോളം അങ്ങനെ നമ്മൾ ഒരു ട്രാവലിങ്ങിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു 7 days ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മൾ ഷൂട്ടിന് മുമ്പ് തന്നെ, അതായത് നജീവിൻ്റെ എനർജി ലെവൽ എത്രയാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യും. Day 1
ഡേ 1 ഇതായിരിക്കും ഇയാളുടെ ഇദ്ദേഹത്തിന്റെ എനർജി, ഡേ 2 എനർജി. അപ്പോൾ ഓരോ ദിവസം എനർജി കുറഞ്ഞു വരും. ഇത് കഴിഞ്ഞ് നമ്മൾ സിനിമ കണ്ടറിയാം, ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് ഒന്ന് കൂടും, ഒന്ന് അദ്ദേഹത്തിന് വെള്ളം കുടിച്ച് ഒന്ന് കൂടി വരുന്നു. അങ്ങനെ ഒരു ഗ്രാഫാണ് നമ്മൾ, അതൊക്കെ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന. ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ അർബാബിന്റെ കഫീലിന്റെ കാണിക്കുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമിൽ ഒരു ചായക്കറ ഉൾപ്പെടെ കാണുന്നുണ്ട്. അത് കോസ്റ്റ്യൂമറുടെ സംഭാവനയായിരുന്നു അതോ? അതെ, നമ്മളെ ഇല്ല അങ്ങനെ ഒരു ഇന്നാളുടെ ജോലി എന്നുള്ള രീതിയിൽ അല്ല ഈ സിനിമ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ റിയൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കറ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പല 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ ഇത് മാറും, അതിന്റെ കളർ മാറും. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ അത് വാഷ് ചെയ്ത് കളയും. അതിന് പിറ്റേ ദിവസം നമ്മൾ അതേ പൊസിഷനിൽ എവിടെയാണ് കറ ഉണ്ടായെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ നമ്മുടെ ഒരു കളർ വെച്ചായിരിക്കും ചെയ്യണത്. അതെ, നമ്മുടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വെച്ചായിരിക്കും നമ്മൾ ആ കറക്റ്റ്, അതായത് കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒന്നിൽ ആ ഡ്രസ്സ് തന്നെ ആയിരിക്കും, നമുക്ക് പേരുണ്ടാവും, 2-3 കോസ്റ്റ്യൂം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സിനിമയുടെ അവസാന ഘട്ടത്തിലോട്ട് എടുക്കുമ്പോൾ ഞാൻ ഇന്ന് തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ തന്നെ പൃഥ്വിയുടെ കാല് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആളുകൾ കുറേ സമയം കണ്ണ് പൊത്തുന്നു, അവർക്കത് കാണാൻ പോലും പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നില്ല എന്താന്നുള്ളത്, തിളച്ച് പൊങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നൊരു സാധനം. ഇതൊക്കെ എങ്ങനെയാണത് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പിന്നിലൊരു പ്രൊസീജിയർ ഒക്കെ എന്താണ്? അല്ല, പകുതി കൂടുതൽ നമ്മൾ ഒന്നാമത്തെ കാര്യം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. കാര്യം അത് നമുക്ക് ഇത് നമ്മൾ റിയൽ നജീബിനോട് ചോദിച്ചിട്ടായിരുന്നു എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ ഒരു പ്രോസസ്സ്? ഇല്ല, ഇതിപ്പോ നമ്മളെ സ്ക്രിപ്റ്റ് നോവലും അതുപോലെ തന്നെ ഞങ്ങൾ സ്ക്രിപ്റ്റും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ വരുമല്ലോ, ഇയാളുടെ കാലിക അവസ്ഥയോ അല്ലെങ്കിൽ ഇയാളുടെ കണ്ണ് അല്ലെങ്കിൽ മുഖം, ഇത് ഏതവസ്ഥ എന്നുള്ളത് ഇപ്പൊ ഒരു പ്രേക്ഷകൻ കാണുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. അപ്പൊ അത് എങ്ങനെ, അതിനുവേണ്ടി നമുക്ക് ഒന്നാമത് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ട് നമുക്കുള്ള ഒരു എന്താണ് ഒരു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള പല നമ്മൾ ഉദ്ദേശിക്കുന്ന പല ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന കാലിൽ വരുന്നത് അങ്ങനെ ഇതൊന്നും നമ്മൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് പ്രൊഡക്റ്റ് ഒന്നുമില്ല. ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഏതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യാന്നുള്ളത് അങ്ങനത്തെ നമ്മളൊരു റിസർച്ചിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് പല മെറ്റീരിയൽ മാത്രമല്ല നമ്മൾ ചെയ്ത റിസൾട്ട് കിട്ടിയേക്കുന്നത്. അതല്ല നമ്മൾ ബാക്കിയുള്ള സിനിമയ്ക്ക് ചെയ്യുന്ന പോലെ ഇപ്പം ഈ ഒരു ഊണ്ട് മാർക്ക്, അതിൽ കുറച്ച് ബ്ലഡ് ഒഴിക്കുക, അങ്ങനത്തെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല നമ്മൾ ചെയ്തേക്കണം. ഇപ്പോൾ സിനിമയുടെ ആദ്യം തൊട്ട് മേക്കപ്പിന്റെ ഒരു സ്വാധീനം നമ്മൾ ഒരുപാട് എടുത്തറിയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഹെയർ വിഗിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും, ഏറ്റവും അവസാനം വരുമ്പോൾ കാലിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും മേക്കപ്പ് എന്നൊരു ഘടകം സിനിമയിൽ വല്ലാണ്ട് മുളച്ചു നിൽക്കുന്ന സെൻസ് നല്ല രീതിയിൽ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയൊരു ഭാഗം ഏതായിരിക്കും? ഈ ഫേഷ്യൽ മേക്കപ്പ് ആയിരിക്കുമോ, ഞാൻ പറഞ്ഞ കാലിന്റെ ആയിരിക്കും? ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്തത് എന്തിനായിട്ടായിരുന്നു? എഫർട്ടല്ല, നമ്മൾ 1-2 ദിവസമൊക്കെ നമ്മൾ ചെയ്താകുമ്പോഴേക്കും നമുക്കൊരു എന്താണ് ഒരു ഓർഡർ ആവും. നമുക്ക് എത്ര ടൈം ഇന്ന സമയം എടുക്കും, ഓരോ ഇതുണ്ടല്ലോ സ്കിൻ ടാൻ ചെയ്യാൻ എത്രയാണ്, ഓരോന്നിനും ഒരു ടൈം കാര്യം വരും. തീർച്ചയായിട്ടും അത് ഞാനിപ്പോൾ ഇടപെടുന്നതിന് ശ്രമിക്കും. ആദ്യത്തെ ഒരു ടാനിന്റെ അളവല്ല അവസാന ഘട്ടത്തിലോട്ട് ഫുള്ളി ഡാർക്കായി മാറുന്നു. അതെ, ഇതെല്ലാം അങ്ങനെയായിരുന്നല്ലോ. അതെ, നമ്മൾ പറയില്ല, നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസത്തെ ഇയാളുടെ ഓരോ ദിവസത്തെ നമ്മൾ എനർജിയും അതുപോലെ ഓരോ ടോണും കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ടൈമിൻ്റെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് സ്കിൻ ടാൻ ചെയ്യാൻ ഇത്ര ടൈം എടുക്കും, നമ്മൾ ഊൺസ് ചെയ്യാൻ ഇത്ര ടൈം എടുക്കും, ഈ പല്ല് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ അതൊക്കെ ഫിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് പ്രശ്നമല്ല പറയുന്നത്, ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു ചിലപ്പോൾ ഒരു 20 ദിവസമോ 20 അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ സീൻ കാണും, അല്ലെങ്കിൽ 1 മാസം ആയിക്കോട്ടെ. ഇത് നമുക്ക് 165 ദിവസത്തിന് മുകളിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ 165 ദിവസവും ഈ പറഞ്ഞ പോലെ നമ്മൾ 4 ഷോട്ട് 5 ഷോട്ടിന് വേണ്ടിയിട്ടായിരിക്കും മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ 2 നേരം ചെയ്തിട്ടുണ്ട്. കാര്യം ഈ സൺറൈസ് ഷോട്ട് അല്ലെങ്കിൽ ഏർലി മോർണിംഗിലുള്ള ഷോട്ട് നമ്മൾ ചെയ്യും, പിന്നെ ഉള്ളത് വൈകിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും നേരം ഇദ്ദേഹം ഈ മേക്കപ്പ് ഇട്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളതൊരു രാവിലത്തെ സീൻ കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യും, വീണ്ടും നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ചെയ്തിട്ട്. അപ്പോൾ ഈ 165 ദിവസം എന്നുള്ളത് ചിലപ്പോൾ നമ്മളൊരു 250 ദിവസത്തോളം അടുപ്പിച്ചോളം ചെയ്ത് കാണും. ഈ 250 പ്രാവശ്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ 250 ദിവസം നമ്മൾ ചെയ്യുമ്പോഴും ഈ എല്ലാം, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു മാർക്ക് ആയിക്കോട്ടെ, സ്കിന്നിൻ്റെ കളർ എല്ലാം അതെല്ലാം ഒരു കണ്ടിന്യൂറ്റി തെറ്റാൻ പാടില്ല. ഞാനിപ്പോൾ ചോദിക്കാൻ വന്നതാണ്, ഇപ്പോൾ ഒരുപാട് ഷെഡ്യൂളുകൾ എടുത്ത് തീർത്തൊരു സിനിമയാണിത്. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ ദിവസം മാർക്ക് ചെയ്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? നമ്മൾ ഓരോ ഷെഡ്യൂൾ, ഇപ്പോൾ ഒരു ഷെഡ്യൂൾ ചെയ്ത ജോർദാനിൽ തന്നെ 2 ഷെഡ്യൂൾ എന്തോ 3 ഷെഡ്യൂൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ടാനിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ഒരു ഷെഡ്യൂൾ തീർന്നിട്ട് വലിയൊരു ഗ്യാപ്പിന് ശേഷമായിരിക്കും അടുത്ത ഷെഡ്യൂൾ. അതിനെങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ ആ ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല, നമുക്കറിയാലോ, നമ്മളൊരു ടോണ് നമ്മൾ എന്തോരം ആ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം ഡാർക്ക് ആവണം, എത്രത്തോളം ഇയാളുടെ റിയൽ സ്കിന്ന്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമല്ലോ. ആ ഒരു ഗ്രാഫ് നമുക്കറിയാലോ. ഇപ്പം നമുക്ക് ഇതറിഞ്ഞാൽ മതി, അതായത് ഇത് എത്രാമത്തെ ദിവസമാണ്, നജീബിൻ്റെ ഇത് എത്രാമത്തെ ദിവസമാണ്, എസ്കേപ്പിൽ ഇത് ഇയാളുടെ എത്രാമത്തെ ദിവസമാണ്, ഇയാൾ അല്ലെങ്കിൽ ഈ മുറിവ് പറ്റിയിട്ട് എത്രാമത്തെ ദിവസമാണ്, ഇങ്ങനത്തെ ഒരു ഡേ ചാർട്ട് നമുക്കുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ആരായിട്ടും സംസാരിക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡിസ്കസ് ചെയ്യണം.
അത് മാത്രമല്ല അത് ഡിസ്കസ് ചെയ്യുക, പിന്നെ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് വീണ്ടും അത് കുറയ്ക്കുക കൂട്ടുക. അതൊക്കെ നമുക്ക് ഒന്നാമത് നമ്മൾ അങ്ങനത്തെ ലൈറ്റിൽ മാത്രം ഷൂട്ട് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മാജിക് അവർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല. കറക്റ്റ് പ്രകൃതിക്ക് വേണ്ടി വിട്ടു കൊടുത്തല്ലേ? അതെ അതെ. ഇപ്പൊ ഈ സിനിമയിൽ ഏറ്റവും ഒരു ചലഞ്ചിങ് പോയിന്റ് എന്തായിരിക്കും ഒരു മേക്കപ്പ് മാൻ എന്നുള്ള രീതിയിൽ? ബാക്കിയുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരുപാട് സിനിമ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് ഉൾപ്പെടെ കിട്ടിയ ആളാണ്. അപ്പോൾ മറ്റുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഈ ആടുജീവിതത്തിന്റെ ഒരു ചലഞ്ചിങ് പോയിന്റ് എന്തായിരിക്കും? ബാക്കിയുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അറിയോ, ഇപ്പോൾ മിക്കവാറും നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ നേരത്തെ ഈ ചരിത്ര സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഒരു സിനിമയിൽ വരുന്ന ചിലപ്പോൾ ഒരു 10-80 ആർട്ടിസ്റ്റുകളും ഉണ്ടെങ്കിലും അതിനകത്ത് ആ 80 ആർട്ടിസ്റ്റിൽ നമ്മളെ ചിലപ്പോൾ ഒരു കാലഘട്ടമായിരിക്കും, ചിലപ്പോൾ ഈ 60 കാലഘട്ടമായിരിക്കും, ചിലപ്പോൾ 80 കാലഘട്ടമായിരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടം വരുമ്പോൾ ഒരു ഹീറോ മാത്രമല്ല, അതിനകത്ത് ഉൾപ്പെടുന്ന ഏത് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയാൽ പോലും നമുക്ക് ആ കാലഘട്ടത്തിൽ അവരുടെ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, അവരെ എന്താണ് നമ്മൾ എന്താ പടത്തിൽ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നമ്മൾ എല്ലാവർക്കും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, എൻ്റെ കീഴിൽ ചിലപ്പോൾ ഒരു 10-20 പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ മെയിൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഫ്രെയിമിൽ വരുന്ന ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർ മാത്രമേ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം ഞാൻ അതിനുവേണ്ടി എൻ്റെ കൂടെ അങ്ങനെയുള്ള അസോസിയേറ്റ്സ് ഉണ്ടാവും. എന്നാൽ പോലും നമ്മളെ മൊത്തത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഒരു ഷോട്ടിന് ചിലപ്പോൾ 400-500 പേരൊക്കെ ഒരുമിച്ച് വരുന്ന സീനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് ഈ പറയുന്ന പോലെ എല്ലാവരും ക്ലിയർ ചെയ്തിട്ട് ഷൂട്ടാണെങ്കിൽ ചിലപ്പോൾ നടക്കത്തില്ല. കാര്യം അത്രയും ടൈം തന്നെ വേണം. കാര്യം അത്രയും ക്രൂ ഒക്കെ റെഡി ആകുമ്പോൾ തന്നെ സമയം എടുക്കും. അപ്പം അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ അതിനകത്ത് ഇപ്പോൾ കുറച്ച് അത്രയും ജൂനിയേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരൊക്കെ അങ്ങനെ ഒരു കൃത്യമായ മേക്കപ്പ് ഇല്ലെങ്കിലും അത് ആരും ശ്രദ്ധിക്കപ്പെടില്ല. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ആകെ ഒരു നജീബ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള അറബി അവരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ താലിബ് ഇവർക്കൊന്നും അങ്ങനെ വലിയ ചേഞ്ച് ഓവർ ഇല്ല. അറബി എങ്ങനെയാണോ അല്ലാതെ നമുക്ക് ഒരുപാട് പണികളില്ല ബാക്കി ആർട്ടിസ്റ്റ്. നമുക്ക് വർക്ക് വരുന്നത് മൊത്തം ഈ നജീബിലാണ്. ഞാനും എൻ്റെ കൂടെയുള്ള ഒരു 3 അസോസിയേറ്റ് ചേർന്നിട്ടാണ് ഞങ്ങൾ ഡെയിലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന നജീബിനെ ആ രൂപത്തിലാക്കണത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഒരു 100 പേർക്ക് 200 പേർക്കൊന്നും ചെയ്യണ്ട, ഈ ഒരാൾക്ക് ചെയ്താൽ മതി. പക്ഷേ ഇത് കറക്റ്റ് ആണോ, നല്ലത് ചെയ്യുന്നത് ഒരാൾക്കാലും മതി. നമ്മൾ 100 പേർക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഈ ഒരാളെ സിനിമ കാണുമ്പോൾ അറിയാം, ഇപ്പം നമ്മളെ പടം കാണുമ്പോൾ അറിയാം എല്ലാവരും നജീബിനെ മാത്രമേ കാണുന്നുള്ളൂ. കാര്യം 1-2 കുറച്ച് സീൻസിൽ മാത്രമേ വേറെ ഈ പറയുന്ന പോലെ നമുക്ക് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും കണ്ണുകൾ നജീബിലായിരിക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ കണ്ടുപിടിക്കാതെ. ഇപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥ നജീബ് ഒരുപാട് ആളുകൾക്ക് സുപരിചിതനാണ്. ഇപ്പോൾ എനിക്കാണെങ്കിലും നമ്മൾ സിനിമയെ ഫോളോ ചെയ്യുന്ന ആർക്കാണെങ്കിലും അല്ലെങ്കിൽ വായിക്കുന്ന ആർക്കാണെങ്കിലും റിയൽ നജീബ് വളരെ പരിചിതനാണ്. പക്ഷേ സിനിമയുടെ അവസാന ഘട്ടത്തോടെ അടുക്കുമ്പോഴത്തേനും നമ്മൾ സിനിമയിലെ നജീബിനും യഥാർത്ഥ നജീബിനും വല്ലാത്തൊരു ചായ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. അത് ശരിക്കും അത് നിങ്ങളത് പ്ലാൻ ചെയ്ത് തന്നെ അല്ല ഒരിക്കലും റിയൽ നജീബ് ഞാൻ പറഞ്ഞില്ല. ഞങ്ങളെ ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, അതായത് നമ്മൾ ഈ 2018 തുടങ്ങിയിട്ട് നമ്മൾ 2022 പകുതി ആകുമ്പോഴേക്കും ഷൂട്ട് തീരുന്നതിൻ്റെ അന്നാണ് ഈ നജീബ് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരുന്നത്. അപ്പോഴാണ് രാജു അടക്കം എല്ലാവരും ഈ നജീബിനെ കാണുന്നത്. അപ്പോൾ ആ കാണുന്ന സമയത്താണ് റിയൽ നജീബും നമ്മുടെ നജീബും എല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുന്നതും അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആ സമയത്തൊക്കെ ഫുള്ള് നജീബിൻ്റെ കണ്ണും നജീബിൻ്റെ മുഖത്തൊക്കെ നോക്കിയിരിക്കുക. അപ്പോൾ ഇയാളുടെ ഈ രൂപത്തിൽ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത. ഇദ്ദേഹത്തിൻ്റെ സംസാരമല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇദ്ദേഹത്തിൽ നമ്മളിപ്പോൾ രാജുവിന് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഇയാളുടെ ഫേസിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും രൂപം. പക്ഷെ എനിക്കങ്ങനെ എങ്ങനെ ഓർത്തിട്ട് അതങ്ങനെ കറക്റ്റായില്ല. പക്ഷേ ഇപ്പോൾ റിലീസിന് മുമ്പ് ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ ഏതൊരു ആരെ ചെയ്തെന്നറിയില്ല, ഏതൊരു ഫാൻമേഡാന്ന് തോന്നുന്നു, അതിൽ നമ്മുടെ ഈ രാജുവിൻ്റെ ഫേസിൽ ഈ നമ്മുടെ റിയൽ നജീബിൻ്റെ ഫേസ് മാത്രം കണ്ണും ഇതൊക്കെ എടുത്ത് ആഡ് ചെയ്തിട്ട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ തന്നെ നമ്മൾ ചെയ്ത നജീബിനെ നോക്കി ഈ 2 പിക്ചറുകൾ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എവിടേക്കോ സാമ്യതകളുണ്ട്. അതൊരിക്കലും പ്രീ പ്ലാൻഡ് അല്ല നമ്മളാരും കാണാത്തൊരു നജീബിനെ നമ്മളെങ്ങനെ പ്ലാൻ ചെയ്യാൻ? അപ്പൊ ഞാൻ ആദ്യം ഓർത്തോണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ അവിടുത്തെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഒരു റെഫറൻസ് ഇല്ല സാറ് കണ്ടിട്ടുണ്ട്. സാറ് ബെന്യാം സാറൊക്കെ റിയൽ നജീബിനെ ഒരുപാട് മീറ്റ് ചെയ്യുകയും ഒരുപാട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ടെക്നീഷ്യന്മാരൊന്നും ഞങ്ങളാണ് ആദ്യമായിട്ടാണ് അന്ന് ലാസ്റ്റ് ദിവസം വന്നപ്പോഴാണ് ഈ റിയൽ നജീബും നമ്മുടെ നജീബിനെ ഒരുമിച്ച് നിർത്തി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. അതെ ഇപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് മികച്ച ടെക്നീഷ്യന്മാർ ഒരുമിക്കുന്ന ഒരു സിനിമ എന്നായിരുന്നു ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ബ്ലസ്സി സാറിനെ പോലെ ഒരാൾ നിൽക്കുന്നു. അപ്പോൾ ഈ സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു മേക്കപ്പ് എന്നുള്ള ഒരു ഏരിയയിലോട്ട്? അത് എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ എന്തെങ്കിലും സജഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഏറ്റവും ഈ നജീബിനെ കുറിച്ച് ഒന്ന് ഏറ്റവും ഒരു പ്രൈം ആയിട്ടുള്ള സജഷൻ എന്തായിരുന്നു സാറിന് തന്നെ? അല്ല സാറിൻ്റെ ഇപ്പോൾ എല്ലാ സിനിമകളിലും അങ്ങനെ പറഞ്ഞ എന്താണ് ഒരു തരി പോലും നമുക്ക് അങ്ങനെ ഒരു മേക്കപ്പിന്റെ ഇത് പാടില്ല, നമ്മളിപ്പോൾ തോന്നരുത്. അത് സാറിന് ഈ സിനിമ അല്ല, കാഴ്ച മുതൽ എൻ്റെ ഒരു സ്കൂള് സാറ് തന്നെയാണ്. കാര്യം വെച്ചാൽ
ഞാൻ എൻ്റെ എന്താണ് റഷീദിക്കയുടെ കൂടെ ഞാൻ പട്ടണ റഷീദിക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടി ഞാൻ ബാക്കി സിനിമകൾ ചെയ്യണേക്കാളും എനിക്ക് കുറച്ചുകൂടി റിയലായിട്ടൊരു ഫീല് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിയലായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് സാറിൻ്റെ സിനിമകളാണ്. സാറിൻ്റെ സിനിമകളും അങ്ങനത്തെ കുറച്ച് ആളുകളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി റിയലായിട്ടൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അതെ, ഇപ്പോൾ സൈനുവിൻ്റെ ക്യാരക്ടർ അമല പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരു നായികയാണ്, സൗത്ത് ഇന്ത്യയിൽ കാലത്ത് ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്നൊരു നായികയാണ്. ആ നായികനെ കാണുമ്പോൾ പോലും നമ്മൾ മേക്കപ്പ് അധികം ഉപയോഗിക്കാത്ത പോലെ ഒരു ഫീൽ ഉണ്ട്. ഇത് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു? എങ്ങനെയായിരുന്നു? അതെ, നമുക്ക് അതായത് ഈ ആർട്ടിസ്റ്റിനൊക്കെ പറഞ്ഞ അമല പോൾ എന്നല്ല, ഏത് ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുമ്പോഴും സാറിൻ്റെ ഒരു പടത്തിലുള്ള ഒരു ഇതുണ്ട്. അതായത് വെച്ചാൽ അങ്ങനെ ഒരു എന്താണ് നമ്മുടെ ക്യാരക്ടർ എന്തായിരിക്കണം. ഇപ്പൊ റിയൽ സൈനു മേക്കപ്പ് ചെയ്യോ? ഒരിക്കലും ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ നമുക്ക് കണ്ടറിയാം, ഈ റിയൽ നജീബിന്റെ വൈഫ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടറിയാൻ പറ്റും. ഒരിക്കലും അവരൊന്നും അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല. പിന്നെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഒരാളെ മേക്കപ്പ് ചെയ്യാനും സമ്മതിക്കില്ല ഇവിടെ. ഈ എത്ര പേരുടെ ക്രൂ ആയിരുന്നു ഈ മേക്കപ്പ് എന്നുള്ളത് ശരിക്കും ടോട്ടൽ? നമുക്ക് ഞാനും എൻ്റെ കൂടെ ഒരു 3 പേരും, 3 അസിസ്റ്റൻസ് അത്ര ഉണ്ടായിരുന്നു. ഓഹോ, ഇപ്പൊ ഈ സിനിമയിൽ തന്നെ നജീബിന്റെ ചുണ്ടുകളൊക്കെ കറുത്ത് അല്ലെങ്കിൽ താടിയിൽ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഇരിക്കുന്നതൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരുന്നു കറക്റ്റ് അതിന്റെ ഒരു പ്ലാനിങ്? അത് ഈ ഡയറക്ഷൻ സൈഡിൽ നിന്നുള്ള ഒരു സജഷൻ ആയിരുന്നോ, അതോ നിങ്ങൾ മേക്കപ്പ് ക്രൂ തന്നെ ആയിരുന്നോ? അല്ല, സാറിന്റെ കൂടെ ഉള്ള എനിക്കുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കിത് സാറ് പറയേണ്ട കാര്യമില്ല. മുൻകൂട്ടി നമുക്കറിയാം സാറ് അങ്ങനെ കാണുള്ളൂ. അതിപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിലും ക്യാമറയുടെ അടുത്ത് വരുമ്പോഴേക്കും സാർ അത് ചെയ്യാൻ പറയും. അതിലും ഭേദം നമ്മൾ ചെയ്യാന്നുള്ള നമ്മൾ സാർ അങ്ങനെ പറയുമെന്ന് അറിഞ്ഞിരുന്നിട്ട് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സാറിന്റെ കൂടെയുള്ള ബാക്കി ADSന് അത് പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മളത് അറിഞ്ഞ് ചെയ്യാം. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കാര്യം നമുക്ക് വേണ്ടിയിട്ട്, അതായത് എനിക്ക് തോന്നുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഒരു റീടേക്ക് പോണ സ്വഭാവമൊന്നും. കാര്യം അവർ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ അവർ പറയും ഇത് ബെറ്റർ ആണ്, ഇത് തന്നെ മതി എന്ന് പറയും. ഇത് ഞാൻ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പം ചിലപ്പോൾ പല ഷോട്ടുകളും സാറും രാജുവും ഒക്കെ പറഞ്ഞ ഷോട്ടുകളും ഞാൻ പോയിട്ട് പറയാറുണ്ട്. കാര്യം ഞാനത് മോണിറ്റർ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അവിടുത്തെ ഈ ഡിസേർട്ടിലെ കാറ്റ്. അതായത് ഈ മണൽ കാറ്റായിരിക്കും. ഈ കാറ്റ് ഏത് വഴിക്ക് വരും, ഈ കാറ്റ് ഒരുപാട് അടിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഹെയർ കാര്യങ്ങൾ ഇതൊക്കെ ഏത് വഴിക്ക് പോകും നമുക്കറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് റീടേക്ക് അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈ പല്ലിന് കറയൊക്കെ പിടിപ്പിക്കുന്നത് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുന്നത്, അത് എത്ര നേരത്തേക്ക് ഒരു പ്രോസസ്സാണ്? കറയല്ല, നമ്മൾ പല്ല് കറ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഓൾറെഡി അങ്ങനെ ഒരു കളർ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്ന അത്. ആ പല്ല് ചെയ്യുന്നതിന് നമ്മളൊരു മാസം സമയമെടുത്തു. കാര്യം നമ്മൾ സാധാരണ ഒരു പല്ല് ചെയ്തിട്ട് നമ്മൾ ആ രൂപത്തിലാക്കി എടുക്കുകയാണ്. ഇപ്പൊ ഡെന്റൽ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പല്ല് നമുക്ക് ചെയ്തു തരും. പിന്നെ നമ്മൾ പറയുന്ന പോലെ കളറും കാര്യങ്ങളും അതിന്റെ ഒരു പൊട്ടലും അതിനൊരു ഷേപ്പില്ലാതാക്കാന്നുള്ള പരിപാടിയുണ്ട്. അതൊക്കെ ഒരു മാസം സമയം എടുത്തിട്ട് നമ്മൾ ചെയ്തത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു കോസ്റ്റ്ലി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചെയ്തൊരു ഏരിയ എന്തായിരിക്കും പൃഥ്വിയുടെ ദേഹത്ത് മേക്കപ്പ് എന്നുള്ളത്? മുറിവാണോ, കാലിലെ മുറിവ്, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ചതല്ല. നമ്മൾ പിന്നെ സമയം എടുത്ത് വെച്ചാൽ ഇവരെ ഈ എസ്കേപ്പ് സമയത്ത് പടം കണ്ടവർക്ക് അറിയാൻ പറ്റും. ആ സമയത്തുള്ള ഓരോ കാര്യങ്ങളുണ്ട്, ഓരോ മുറിവ് കാര്യങ്ങൾ, അതൊക്കെ അല്ല. പക്ഷെ നമ്മൾ ഈ സമയം എടുക്കാന്ന് പറഞ്ഞാൽ ഈ ബാക്കി സിനിമയ്ക്കൊക്കെ നമ്മൾ അതിനു വേണ്ടി ആ ഷോട്ട് വരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളത് കാണിക്കുന്നത്, ആ മേക്കപ്പ് കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ടൈം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് വേറെ ഷോട്ട് പ്ലാൻ ചെയ്യും. കാര്യം ഒരു അരമണിക്കൂർ സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം കൊടുക്കുമെങ്കിൽ വേറെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വേറെ ഷോട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യും. ഈ സമയത്ത് നമ്മൾ ക്യാരവനിൽ വേറെ റൂമിൽ പോയി ഇരുന്നിട്ട് വളരെ റിലാക്സ് ആയിട്ട് ഇരുന്ന് ചെയ്ത് അത് പക്ക ഫിനിഷ് ചെയ്ത്. ഇവിടെ അങ്ങനെയല്ല. ഇപ്പം നജീബ് വീഴുകയാണെങ്കിൽ വീട് കഴിഞ്ഞിട്ട് നമ്മൾ കാല് കാണിക്കണില്ല, നജീബ് അവിടെ വീണോടെ കിടക്കുക തന്നെ. കാര്യം ഇവിടെ നിന്ന് മാറിപ്പോയി ഇരിക്കാൻ സ്ഥലമില്ല. കാര്യം മാറിപ്പോയിരുന്നാൽ ഇതുപോലെ മണലിൽ തന്നെ ഇരിക്കാൻ, ഇതുപോലെ തന്നെ അപ്പുറത്ത് മണലിനുണ്ടാവും. അല്ലാണ്ട് നമ്മൾ മാറിയിരിക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ആ വീഴ്ചയിൽ തന്നെ അവിടെ കിടക്കുക, അവിടെ തന്നെ ഞങ്ങളും ഇരുന്ന് വർക്ക് ചെയ്യുക, എന്നിട്ട് ഷൂട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഈ വെയിലും ടാനും മേക്കപ്പും എല്ലാം കൂടെ എങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു മാനേജ്മെന്റ്? ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞോളൂ കുറച്ച്. അതായത് ഞങ്ങളെ ഷൂട്ട് കഴിഞ്ഞ് ഫിസിക്കലി പുള്ളി വീക്കായിരുന്നു. ഈ പറഞ്ഞ പോലെ ഭയങ്കര മെലിഞ്ഞു, ഭക്ഷണം കഴിക്കാതെ, അങ്ങനെ പുള്ളിക്ക് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ ഞങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ നമുക്കറിയാലോ, നമ്മളെല്ലാവരും ഫേസ് സ്കിൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളൊക്കെ ശരിക്കും ഒരു 65 ദിവസം അവിടെ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങളൊരു ആടുജീവിതത്തിന്റെ അവസ്ഥയായിരുന്നു. കറക്റ്റായിട്ട് ഞങ്ങൾ അങ്ങനെയാണ്. കാര്യം ആരും അങ്ങനെ ഞങ്ങളാരും മേക്കപ്പ് ചെയ്യണില്ല. എല്ലാവരും താടിയും മുടിയൊക്കെ വളർത്തി സ്കിന്നൊക്കെ അങ്ങനെ ഡ്രൈ ആയി. കോവിഡ് ടൈമാണ്. ഈ പറഞ്ഞാൽ അത്രയും ഡ്രൈ ആയി. ഈ കാറ്റ്, മണൽ കാറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിലും ചെവിയിലൊക്കെ മണൽ ഫുള്ള് കയറി എത്ര കവർ ചെയ്താലും. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം തിരിച്ചു വരുന്ന സമയത്ത് രാജു മാത്രം ഞാൻ നോക്കല്ല, ഓൾറെഡി ഫുൾ സുന്ദരനാണെങ്കിൽ പോലും സ്കിന്നിനൊന്നും പരിക്ക് പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും, അതായത് നമ്മളൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന പോലെ, അതായത് അത്രയും
ടാൻ മേക്കപ്പാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പുള്ളിക്ക് ഒരു പ്രൊട്ടക്ഷൻ അത് വെയിലടിച്ചിട്ടില്ല. ഇല്ല, വെയിലടിച്ചിട്ടില്ല. പക്ഷെ ബാക്കി ബുദ്ധിമുട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ബാക്കി നമ്മൾ എക്സ്ട്രാ എന്തൊക്കെ ആഡ് ചെയ്യുന്നു അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പുള്ളിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സ്കിന്നിന് പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തോരം സ്കിന്ന് കാണും. ആൾക്കാർ നോക്കുമ്പോൾ ബോഡി അല്ലേ നോക്കുന്നത്, ഫേസ് നോക്കുമ്പോൾ അത് മേക്കപ്പ് ഇട്ടുള്ള രാജുവിന്റെ റിയൽ കളർ അതിനേക്കാളും കളറായിട്ടുണ്ട്. കാര്യം ഒട്ടും ഒരു തരുവിലും കറക്കാനുള്ള മേക്കപ്പ് അല്ലേ. അതെ, ഒരു അയാളുടെ അദ്ദേഹത്തിന്റെ സ്കിന്നിലേക്ക് ഒരു തരി വെയിൽ പോലും ചെന്നിട്ടില്ല. ഇപ്പോ സിനിമയ്ക്ക് മുമ്പ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഓരോ ഓസ്കാറെങ്കിലും കിട്ടുമെന്ന്. അത് ഏത് മേഖലയിലായിരിക്കും? അല്ല, സിനിമയ്ക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാവരും ഉണ്ടല്ലോ. ഡയറക്ഷൻ്റെ ഒരാളെ ഞാൻ പറഞ്ഞു, ഇപ്പം ഒരാൾ ഇപ്പോൾ ഒരു മേക്കപ്പ് മാൻ മാത്രമല്ലല്ലോ സിനിമ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല. ഇപ്പം ആർട്ടിസ്റ്റ് ആ കഥാപാത്രം ആവണമെങ്കിൽ കോസ്റ്റ്യൂം വേണം, മേക്കപ്പ് വേണം, അതിൻ്റെ ഈ പറയുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട്, ഈ പറയുന്ന പോലെ അതിൻ്റെ സെറ്റ് കാര്യങ്ങൾ, ക്യാമറ എല്ലാം വരണ്ടേ. നമ്മൾ ഉദ്ദേശിച്ചത് ആ സിനിമയ്ക്ക് എന്നാണ്, അതിനകത്ത് ആർക്കെന്നുള്ളതല്ല, ആ സിനിമയ്ക്ക് കിട്ടും. ഇപ്പോൾ നേരത്തെ മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ആളുകളെ വെളുപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ണെഴുതുന്ന അങ്ങനത്തെ രീതിയിലായിരുന്നു ജനം കണ്ടുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറി. അതിൻ്റെ പിന്നിലെ എഫേർട്ടുകളും അതിൻ്റെ ഔട്ടുകളും എല്ലാം ഭയങ്കരമായിട്ട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ ഒരു ചേഞ്ചിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നമ്മളെപ്പോലുള്ള ടെക്നീഷ്യന്മാരെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇത് ഒരുപാട് സഹായിക്കുന്നില്ല? അല്ല, ആ ചേഞ്ച് എന്ന് വെച്ചാൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ പറയട്ടെ, ഞാനൊരു 10-28 വർഷത്തിന് മുകളിലായി. പക്ഷെ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് നമ്മൾ ബാക്കി ഒരു 10-15 വർഷം ചെയ്ത പോലെ ചെയ്തിട്ട് കാര്യമില്ല. അതൊന്നും ഈ പറഞ്ഞാൽ നമുക്കറിയാം. നമ്മുടെ പഴയ വർക്കുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ മോശം തോന്നാറുണ്ട്. പക്ഷേ ഈ പടം നമ്മൾ ഇങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഈ സമയത്താണ് ബെറ്റർ ആക്കാന്നുള്ളത്. ആ സമയത്ത് അതിനെക്കുറിച്ച് ആരും കുറ്റം പറയില്ല. നമ്മുടെ അതായത് ഇല്ല, ഇപ്പൊ ഒരു സിനിമ കണ്ടിട്ട് അതിനകത്ത് മേക്കപ്പ്മാൻ്റെ വർക്കുള്ളതെന്നോ അല്ലെങ്കിൽ ബാക്കി ടെക്നീഷ്യൻ വർക്കുള്ളതല്ല. നായകൻ ഒരു ആർട്ടിസ്റ്റിനെ പറയും മാക്സിമം ഡയറക്ടർ, സ്ക്രിപ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ മീഡിയയുടെ വെച്ചാൽ ഇപ്പം നജീവിൻ്റെ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടർ എന്തൊരു അപാകത വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മാർക്ക് ചെയ്തിട്ട് ട്രോൾസ് അപ്പം അങ്ങനെ വരും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതായത് അങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര നന്നായിട്ട് ചെയ്യണം എന്നുള്ള തോന്നൽ നമുക്കുണ്ട്. പണ്ടാ തോന്നലില്ല എന്ന് വെച്ചാൽ തോന്നലുണ്ടെങ്കിൽ പോലും അതിനെ കുറ്റപ്പെടുത്താനോ നല്ലത് പറയാനോ ആരുമില്ലെന്ന്. ഇന്നിപ്പോൾ നല്ലത് പറയാൻ ആൾക്കാരുണ്ട്. ഈ പറയില്ല, കുറ്റപ്പെടുത്തല്ല, അത് മോശമാണെങ്കിൽ മോശം തന്നെ പറയും. പക്ഷെ അങ്ങനെ പറയുന്നുള്ള പേടി കൊണ്ടാണ് നമ്മൾ കൂടുതൽ അലർട്ടാവണത്. ഈ ബഡ്ജറ്റും അതിനൊരു ഭാഗമാണല്ലേ? കറക്റ്റ് ബഡ്ജറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നത്. അല്ല, ഈ സിനിമയ്ക്ക് നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് പലതും നമ്മൾ, അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന സിനിമയ്ക്ക് അല്ലെങ്കിൽ സ്ഥിരം ചെയ്യുന്ന ഒരു മേക്കപ്പ് സ്വഭാവമല്ല ഇതിൽ നമ്മൾ ബാക്കി സിനിമയിൽ ചെയ്യാത്ത ഒരുപാട്, അതായത് പുതിയതായിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും വേറെ സിനിമയുടെ ആ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ആ സിനിമ കണ്ടിട്ടോ അങ്ങനെ കോപ്പി അടിച്ച് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല ഇതിൽ. കാര്യം ഇതിൽ നമ്മൾ പറയുന്നത്, സാറ് പറയുന്ന ഡീറ്റെയിൽ അല്ലെങ്കിൽ സാറ് എഴുതി വെച്ചിരിക്കുന്ന ഡീറ്റെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് കണ്ടുപിടിക്കണം. സ്ക്രിപ്റ്റിന്റെ ഡീറ്റെയിലിംഗ് ആണ് നമ്മുടെ മേക്കപ്പിന്റെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സാറ് പറയുന്ന സാധനം ചെയ്യണമെങ്കിൽ എന്ത് മെറ്റീരിയൽ വേണം, ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് അതിനു വേണ്ടി മാത്രം നമ്മൾ പല കാര്യങ്ങളും സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് അമ്മാടി എന്നൊരു മേക്കപ്പ് മാൻ്റെ ജീവിതത്തിൽ ആടുജീവിതം എവിടെ നിൽക്കുന്നു ആ ഗ്രാഫിൽ? അല്ല, നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ആടുജീവിതത്തിന് മുമ്പ് റിലീസായ സിനിമയാണ് ഈ ആർക്കറിയ എന്നുള്ള സിനിമ. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിന് അവാർഡ് കിട്ടി. ഇപ്പൊ ഈ പറയുന്ന അത് 35 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതും മേക്കപ്പ് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ വർക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് കമ്മിറ്റ് ആവുന്നത്. അപ്പൊ ആ 35 ദിവസം ഷൂട്ട് ചെയ്ത സിനിമ ആ സമയത്ത് എനിക്ക് വലിയ സിനിമ തന്നെയായിരുന്നു. ഇപ്പൊ അതിനേക്കാളും വലിയ വർക്ക് വന്നപ്പോൾ എനിക്ക് ഈ സിനിമയാണ്. അപ്പൊ ഓരോ വർഷം അങ്ങനെയാണല്ലോ. ഇപ്പൊ ആദ്യം അവാർഡ് കിട്ടിയ സിനിമ മകൾക്ക് 2004. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സിനിമ എനിക്ക് അത് തന്നെയാണ്. അപ്പൊ അതുപോലെ ഇനിയും വരട്ടെ സിനിമകൾ. അപ്പോൾ എന്തൊക്കെയായാലും ചേട്ടൻ്റെയും സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ചേട്ടൻ്റെ ഇനിയും നല്ല ഒരുപാട് പ്രൊജക്റ്റുകൾ കിട്ടട്ടെ, നമുക്ക് മുന്നിൽ ഇതുപോലെ ഇരിക്കാൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക്സ്.